എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത് വാക്യം ഇന്ന് പകൽക്കാലത്ത് വേദ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത് വാക്യം. സ്തോത്രം. എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത് വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ ആകുന്നു. ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശു വിശ്വസ്തനാകുന്നു. ചേർന്ന് ശബ്ദമുയർത്തി, യേശു വിശ്വസ്തൻ ആകുന്നു. സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ദൈവസഭയ്ക്ക് എഴുതി അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകം പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള 2 ലേഖനങ്ങളുണ്ട്. ഒന്ന് റോമാലേഖനമാണെങ്കിൽ 2-ാമത്തത് എബ്രായ ലേഖനമാണ്. അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തെ ആ കണ്ടന്റിന്റെ കട്ടി കൊണ്ടല്ല, അല്ലെങ്കിൽ ആ ലേഖനങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിന്റെ കാഠിന്യം കൊണ്ടോ കട്ടി കൊണ്ടോ അല്ല, പ്രത്യേകിച്ച് നമ്മുടെ വായനയുടെ പ്രത്യേകത കൊണ്ടാണ്. ബാക്കി എല്ലാ പുസ്തകങ്ങളും 64 പുസ്തകങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒരു അധ്യായം വായിച്ച് ആ അധ്യായത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. എന്നാൽ റോമാലേഖനമോ എബ്രായ ലേഖനവും ഒരു അധ്യായമോ ഒരു പാരഗ്രാഫോ വായിച്ച് ആ ലേഖനത്തിന്റെ ഇതിവൃത്തം അല്ലെങ്കിൽ അതിനകത്തെ വിഷയം മനസ്സിലാക്കിയെടുക്കുന്നതിൽ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. കാരണം എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെ വായിച്ചാൽ നമുക്ക് പലതവണ ആവർത്തിക്കപ്പെടുന്ന ഒരു പദം നിങ്ങൾ വീട്ടിൽ പോലെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആകയാൽ, അതുകൊണ്ട്, ആകയാൽ എന്ന് പറഞ്ഞാൽ ആ മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്താണ് ഓരോ അധ്യായങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരധ്യായം വായിച്ചോ എന്ന കാരണത്താൽ നമുക്ക് ആ ലേഖനത്തിനകത്തെ വിഷയം മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് റോമാലേഖനവും എബ്രായ ലേഖനവും വായിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഒരു 4-5 അധ്യായമെങ്കിലും വായിച്ചില്ലെങ്കിൽ ആ വായനയുടെ അർത്ഥം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ വായനയുടെ ലക്ഷ്യം പൂർത്തിയാകുന്നില്ല. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതി അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളിൽ അതിപ്രസക്തമായിരിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. കഴിഞ്ഞ വ്യാഴാഴ്ചയും നമ്മൾ കേട്ടത് ഈ എബ്രായ ലേഖനത്തെ അധികരിച്ചായിരുന്നു. ഒരുപാട് വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്താണ് പൗലോസ് ഈ വാക്യത്തിലേക്ക് വരുന്നത്. 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, മോശ ദൈവഭവനത്തിൽ വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും. ശ്രദ്ധിച്ച്, 2 വിശ്വസ്തന്മാരെയാണ് പൗലോസ് ഇവിടെ ദൈവജനത്തിന് മുമ്പിൽ വരച്ചു കാട്ടുന്നത്. 1-ാമത്തെ വിശ്വസ്തനാരാണ്? അത് മോശയാണെങ്കിൽ 2-ാമത്തെ വിശ്വസ്തനാരാണ്? അത് യേശുവാണ്. എന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇതാണ് ലളിതമായ എന്റെ ക്വസ്റ്റ്യൻ. യേശുവിന്റെ മാഹാത്മ്യത്തെ വിളിച്ചു പറയാൻ അല്ലെങ്കിൽ യേശുവിന്റെ വലിപ്പത്തെ വരച്ചു കാട്ടാൻ ഒരു മനുഷ്യനുമായി താരതമ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? യേശു വലിയവനാണെന്ന് പറയാൻ അല്ലെങ്കിൽ യേശുവിന്റെ വിശ്വസ്തതയെ പുകഴ്ത്തി പറയാൻ മനുഷ്യന്റെ വിശ്വസ്തതയുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? മോശയുടെ കാര്യം പറഞ്ഞില്ലെങ്കിലും യേശു വിശ്വസ്തൻ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് യേശുവിന്റെ വിശ്വസ്തതയെ കുറിച്ച് പറയാൻ മോശയുടെ വിശ്വസ്തതയെ പൗലോസോടെ വരച്ചു കാണിക്കുന്നത്? അതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ആ കാരണം മനസ്സിലാകണമെങ്കിൽ ഈ ലേഖനം എഴുതാനുള്ള പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. എന്റെ കേൾവിക്കാർക്ക്, എന്റെ കുഞ്ഞുമക്കൾക്ക് പലതവണ ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആവർത്തന ദിവസത്തെ ബുദ്ധിമുട്ടായതിനാൽ ഞാൻ ആ വിഷയം മനഃപൂർവ്വം ഉപേക്ഷിക്കുകയാണ്. അതായത് എബ്രായ ക്രിസ്ത്യാനികൾക്കാണ് ഈ ലേഖനം പൗലോസ് എഴുതിയത് എന്ന് നമുക്കറിയാം. യഹൂദ മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന യഹൂദന്മാരുടെ ബാക്കി എല്ലാ ആളുകളെയും ബൈബിൾ കാണുന്നത് ജാതീയർ എന്ന ഒറ്റ ടാഗിലയിലാണ്. ലോകത്തിൽ 2 ഗ്രൂപ്പേ ഉള്ളൂ. ഒന്ന് യഹൂദനാണെങ്കിൽ 2-ാമത്തത് ജാതിയാണ്. അത് ഏത് മതവുമായിക്കൊള്ളട്ടെ, ഏത് ജാതിയുമായിക്കൊള്ളട്ടെ, ലോകത്ത് 2 ഗ്രൂപ്പേ ഉള്ളൂ ബൈബിളിന്റെ വിപക്ഷ പ്രകാരം. ഒന്ന് യഹൂദനാണെങ്കിൽ മറ്റേത് ജാതിയാണ്. ഈ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരാണെന്ന് അറിയാമോ? യഹൂദ മതം വിട്ട് വിശ്വാസത്തിലേക്ക് വന്നവരാണ്. അവര് ഏത് പള്ളിയാ വിട്ടത്? ലോകത്തിലെ അന്ന് അക്കാലഘട്ടങ്ങളിലെ ഏറ്റവും മനോഹരമായ പള്ളി വിട്ടു, പട്ടക്കാരെ വിട്ടു, അത് നടുക്കെട്ട് വിട്ടു, അരക്കെട്ട് വിട്ടു, ധൂപക്കുറ്റി വിട്ടു, യാഗപീഠങ്ങളെ വിട്ടു, മഹാപുരോഹിതന്മാരെ വിട്ടു, എല്ലാം വിട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി. ഒന്ന് ആലോചിക്കണേ, നമുക്ക് ഇന്ന് സുഖമായിരുന്ന് യേശുവിലിരുന്ന് ആരാധിക്കാൻ
മനോഹരമായ ആളുകളുണ്ട്. അന്ന് ഈ ലേഖനത്തിന്റെ എഴുത്ത് വായനക്കാരായ ദൈവമക്കൾക്ക് ഇതുപോലെ ആരാധിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. അവരുടെ ആരാധന എവിടെയായിരുന്നു അറിയാമോ? അവരുടെ ആരാധനകൾ വൃക്ഷത്തണലുകളിലായിരുന്നു, വഴിവക്കിലായിരുന്നു, ഗുഹകളിലായിരുന്നു, കല്ലറകളിലായിരുന്നു. വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരുടെ ആ പിന്നില് ആരാധനയുടെ കയ്യടിയുടെ പിന്നില് ചേതോവികാരം ഉണ്ടായിരുന്നു. ആരാധനാലയങ്ങളില്ല, യേശു വെച്ച റൂമുകളില്ല, അടച്ചുറപ്പുള്ള വീടുകളില്ല, സാമ്പത്തിക ഭദ്രതയില്ല, ശരീരത്തിനാണെങ്കിൽ തികഞ്ഞ ആരോഗ്യമില്ല, വിവിധ പ്രതിസന്ധികളുണ്ടായിരുന്നു. അവർ ആരാധന മുടങ്ങാതെ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇത്രയും പ്രതിസന്ധി വന്നിട്ടു, ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ടു, ഇത്രയും രോഗം വന്നിട്ടു യേശുവിനെ അവർ വിട്ടുപോരാത്തതിന്റെ കാരണം എന്താണ്? ആരാധിക്കുന്ന വലിയ സൗകര്യങ്ങളില്ല, യാത്ര ചെയ്യാൻ വാഹനങ്ങളില്ല, അടച്ചുറപ്പുള്ള വീടില്ല, കെട്ടുറപ്പുള്ള സാമ്പത്തിക ഭദ്രതയില്ല. ഇതൊന്നുമില്ലെങ്കിലും അവരുടെ ആരാധനയ്ക്കകത്ത് തീവെടുക്കുന്നതായിരുന്നു. അവരുടെ ആരാധനയുടെ പിന്നിലെ, അവരുടെ കയ്യടികളുടെ പിന്നിലെ ചോദ്യം എന്താണ്? ഇന്ന് ഞാൻ ആരാധിച്ചാൽ നാളെ എവിടെങ്കിലും കിട്ടുമായിരിക്കും, ഇന്ന് ഞാൻ കയ്യടിച്ചാൽ നാളെ ഒരു ജോലി കിട്ടുമായിരിക്കും, ഇന്ന് ഞാൻ ദൈവത്തെ സ്മരിച്ചാൽ നാളെ ഒരു വീട് കിട്ടുമായിരിക്കും. ഇതൊന്നുമായിരുന്നില്ല അവരുടെ ആരാധനയുടെ പിന്നിലെ ചോദ്യം. മറിച്ച് അവരുടെ ആരാധനയുടെ പിന്നിലെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ എനിക്ക് താമസിക്കാൻ കെട്ടുറപ്പുള്ള അടച്ചുറപ്പുള്ള വീടില്ലെങ്കിലും ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനപരമായിരുന്നവരും എനിക്ക് സ്വർഗത്തിലൂടെ ഉറപ്പായിരുന്നു. അവരുടെ ആരാധനയുടെ പിന്നിലെ ചോദ്യമില്ലാതെ നിങ്ങൾക്ക് നമ്മളെ ഓർപ്പിക്കാൻ കഴിയുമോ? എന്തെല്ലാ പ്രതിസന്ധി വന്നാലും, എന്തെല്ലാ ക്ലേശം വന്നാലും യേശുവിനടുത്ത് ഞാൻ പോകത്തില്ല. ഈ സകല ആരുടെ മണ്ണിൽ നീങ്ങുമ്പോഴും ഞാൻ മരിച്ചു ഇരിക്കുന്ന ആര് മരിച്ചാലും കല്ലറ വരെ എല്ലാ ബന്ധങ്ങളും ഉണ്ടാകും. ഒരു പുതിയമാലിട്ട് അവരെ മൂക്ക് വിടിഞ്ഞ കണ്ണീരൊലിപ്പിച്ച് അവരുടെ വിട്ട് മടങ്ങിപ്പോകും. എന്നാൽ ഖബർസ്ഥാനത്തിന്റെ അപ്പുറത്തേക്ക്, മരണത്തിന്റെ അപ്പുറത്തേക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന, നമ്മുടെ കരം പിടിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന സർവശക്തനായ ആരാധിക്കുന്നുണ്ട്. ആ കരുണ ലഭിച്ച നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇവിടെ കർത്താവിന് വേണ്ടി ഇറങ്ങിയ ദൈവജനം കാലപ്പഴക്കത്തിൽ കർത്താവിന്റെ വരവിൽ നിന്ന് അകന്നു. ഈ പ്രതിസന്ധി കയറി വന്നപ്പോൾ അവർ യഥാർത്ഥത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് നിത്യതയിൽ പോകാൻ വേണ്ടിയാണ്. എന്തിനാ? എങ്ങനെയെങ്കിലും കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ വേഗത്തിൽ വരും. പക്ഷെ മടങ്ങി വരുമെന്ന് പറഞ്ഞ കർത്താവ് മടങ്ങി വന്നില്ല എന്ന് മാത്രമല്ല, പ്രതിസന്ധികളാണെങ്കിൽ ഓരോ ദിവസവും പുതിയത് വരിക. കർത്താവ് വന്നോ? ഇല്ല. പ്രതിസന്ധിയോ? പുതിയത് വരിക. എന്തൊക്കെയെന്നറിയാമോ? കുറെ പേര് ദൈവത്തിൽ നിന്നകന്നു. ഇതെന്തൊരു ദൈവമാ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മറുപടിയില്ലേ? ഇത്രയും ദൈവത്തിൽ ആശ്രയിച്ചിട്ട് എനിക്കൊരു വിടുതലില്ലേ? പലപ്പോഴും ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിലെ ഒരു തേങ്ങലാണ് ഈ ചിന്തകൾ. ഇതിന് കുറെ പേര് പഴയ യഹൂദമതത്തിലോട്ട് തിരിച്ചു വരികട്ടോ. ഓർക്കണം, ഈ യഹൂദമതത്തിലേക്ക് തിരിച്ചു വരും ഒരു കൂട്ടം. കുറച്ചുപേര് ഇപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിലെ തല്ലും വിശ്വാസത്തിലുണ്ട്. അതായത് വേണമോ വേണ്ടയോ എന്നുള്ള ചിന്തയിലാണ്. ദൈവമക്കളെ, പിന്മാറ്റം ഒരു രോഗമാണ് കേട്ടോ. പിന്മാറ്റം അകത്തെ മനുഷ്യന്റെ രോഗമാണ്. പിന്മാറ്റം ഒരു രോഗമാണെങ്കിൽ ദൈവമനുഷ്യനോട് ആ രോഗത്തിന്റെ ചികിത്സക്കായി പരിശുദ്ധാത്മാവ് ദൈവജനത്തിനോട് താല്പര്യപ്പെടുന്ന പേരാണ് എബ്രായ ലേഖനം. അങ്ങനെ പൗലോസ് വളരെ ആത്മപ്രചോദനായി ലേഖനം എഴുതി തുടങ്ങുന്നു. എബ്രായർ 1:1 ദൈവം പണ്ട് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തന്റെ പവിത്രൻ മുഖാന്തരം നമ്മളെ ചെയ്തിരിക്കുന്നു. വളരെ വിശദമായിട്ട് പൗലോസ് എഴുതുകയാണ്. ഈ ബഹുജനമുണ്ടല്ലോ എവിടെ നിന്ന് മാറിപ്പോയി? ലക്ഷ്യത്തിൽ നിന്ന്. അവരെന്തിനു വേണ്ടി ഇറങ്ങിയത്? നിത്യതയ്ക്ക് വേണ്ടി. പക്ഷെ ഈ പ്രശ്നത്തിന് പരിഹാരം വരാതായപ്പോ ഇവരുടെ ലക്ഷ്യം എവിടെ നിന്ന് മാറി? നിത്യതയിൽ നിന്ന് മാറിയിട്ട് എന്തുകൊണ്ട് എന്റെ വിഷയത്തിന് പരിഹാരം വരുന്നില്ല എന്നുള്ള ഒറ്റ പോയിന്റിലോട്ട് അവർ വന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് കർത്താവിന്റെ പുറകെ വന്നിരിക്കുന്നത്? അവരെ നിത്യതയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ അവിടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട്
മറുപടി കിട്ടുന്നില്ല. ഒരൊറ്റ പോയിന്റിലേക്ക് അവരുടെ സകല ചിന്തകളും ഏകാഗ്രമാവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പണ്ട് നേരത്തെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കള്ളനെ പിടിക്കാൻ കൂടി പോലീസുകാരന്റെ കഥ. അതായത് പുള്ളി പോലീസിൽ ചേർന്നു. പോലീസിൽ ചേർത്ത് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് രാവിലെ വെളുപ്പിന് തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിക്ക് സ്പോർട്സ് കോട്ടയില് ജോലി കിട്ടുക പോലീസായിട്ട്. അപ്പൊ അങ്ങനെ രാവിലെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വെളുപ്പിന് വേണമെന്ന് വാങ്ങിച്ച ഒരു കള്ളൻ, പണ്ടത്തെ കള്ളനാ, ഒരു കിണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കിണ്ടി കട്ടോണ്ട് ഇങ്ങനെ പോവുക. അപ്പം ഇങ്ങനെ അടച്ചു പിടിച്ചോണ്ടിങ്ങനെ പോവുക. മനസ്സിലായി കള്ളനാണ്, കിണ്ടി കട്ടോണ്ട് പോവുക. പുള്ളി മനസ്സിലായി, എടാ എന്റെ നാട്ടിൽ ഒരു പോലീസുകാരനായി ആണെടുത്ത് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എന്റെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നാട്ടിലെ വീട്ടിലെ കിണ്ടി കട്ടോണ്ട് പോകാൻ പുള്ളി ഒട്ടും മടിച്ചില്ല. പുള്ളി അവിടെ നിന്നുകൊണ്ട് കള്ളന്റെ പുറകെ പിടിപ്പിച്ചു. ഒറ്റ ഓട്ടം. ഇയാളെ ഓടി വരുന്നത് കണ്ടപ്പം കള്ളന് മനസ്സിലായി അയാളെ പിടിക്കാൻ വന്ന്. കള്ളനും കിട്ടില്ല, കള്ളന് ഓടി 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 ഓടി. ഇയാളാണെങ്കിൽ എത്തുന്നുമില്ല. ഇയാളാണെങ്കിൽ പോലീസുകാരനെന്ന് മാത്രമല്ല, പുള്ളിക്ക് എങ്ങനെ ജോലി കിട്ടിയേ? സ്പോർട്സ് കോട്ടയില് ഓട്ടക്കാരനായിരുന്നു പുള്ളി. പുള്ളി കുറെ ഓടിയിട്ട് നിന്നിങ്ങനെ ചിന്തിച്ചു, എടാ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാരാ? അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. ഈ നാട്ടിൽ എന്നെക്കാളും വലിയ ഓട്ടക്കാരനോ? പുള്ളി എന്തെന്നറിയാമോ? കൈയൊക്കെ അങ്ങ് മടക്കി പാണ്ഡ്യത്തെ തൊടുത്ത് കയറ്റി വെച്ച് ആ ചെരുപ്പൊക്കെ ഊരി അപ്പുറത്തോട്ടിട്ട് ഒരൊറ്റ പിടിക്കുക. കള്ളന്റെ പുറകെ ഓടി കള്ളന്റെ ഒപ്പമെത്തി. നിന്നില്ല. ആ ഓടി 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 കള്ളന്റെ മുന്നിൽ കയറി. എന്നിട്ട് നിന്നില്ല. ഒരു 100 മീറ്റർ അപ്പുറത്ത് ഓടിച്ചെന്നിട്ട് തിരിച്ചെന്നിട്ട് പറയാ, ഞാൻ നിന്നെ തോപ്പിച്ചേ. എന്തിനാ ഓടിയത്? കള്ളനെ പിടിക്കാൻ. പക്ഷെ ഓടി വന്നപ്പം എന്തിനാണ് ഓടിയെന്നുള്ള കാര്യം പുള്ളി മറന്നു. പുള്ളി വന്ന് ഇതൊരു ഈഗോയായി. എടാ എന്റെ നാട്ടിൽ എന്നെക്കാളും വലിയ ഓട്ടക്കാരൻ, എന്നാ പിന്നെ അവനെ തോപ്പിച്ചിട്ടേ എടുത്ത കാര്യം ഓർക്കണം. നമ്മൾ എന്തിനു വേണ്ടി കർത്താവിന്റെ പുറകെ ഇറങ്ങി എന്നുള്ള സത്യം മറക്കരുത്. ഞാൻ നല്ല ഉദാഹരണം വെളിപ്പാട് ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പറയാം. 38 വർഷമായിട്ട് ആ ബെഥെസ്ദ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് യേശു വരുന്ന ഒരു ചരിത്രം യോഹന്നാൻ സവിസ്തരം എഴുതിയിട്ടുണ്ട്. അവിടെ ആ മനുഷ്യനോട് യേശു ചോദിക്കുന്ന ചോദ്യം കേട്ടോ, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? മനസ്സില്ലെങ്കിൽ 38 വർഷമായിട്ട് ഇവിടെ കിടക്കുമോ? അപ്പൊ അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ യേശു അവനോട് ആ ചോദ്യമാരായുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു കേട്ടോ, എന്നെ വെള്ളത്തിലാക്കാൻ. അപ്പൊ ഇപ്പൊ പോലുള്ള പ്രശ്നം എന്താ? ലോൺലിനെസ്. പുള്ളിക്കിപ്പ കൂടെ ആരും ഞാൻ എന്തിനാ ഇവിടെ വന്ന് സൗഖ്യം പ്രാപിക്കാൻ കിടന്നു 38 വർഷമായപ്പം പുള്ളി എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം അത് ഇപ്പൊ പ്രശ്നം ഉണ്ടായി. ഞാൻ ഒറ്റയാണ്, എന്നെ സഹായിക്കാൻ. അപ്പൊ ഇപ്പൊ പുള്ളിയുടെ പ്രശ്നം സൗഖ്യം വേണമെന്നുള്ളതല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണം. യേശു പറഞ്ഞത് കേട്ടോ, നിന്റെ കിടക്ക എടുത്ത് നടക്കാം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? നിനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആ കിടക്കയിൽ നിന്ന് നിന്നെ ഒന്ന് കൈപിടിച്ച പൊക്കും. അതല്ല ഉദ്ദേശിക്കുന്നേ. മോനെ, നിനക്കാരും വേണ്ട, നിന്റെ കരം പിടിക്കാൻ ഞാനുണ്ട്. ഇന്ന് പുറക്കാരെ ഓർക്കണം, നാം യേശുവിന്റെ പിന്നാലെ ഇറങ്ങിയത് മറ്റൊന്നിനുമല്ല, നിത്യതയിൽ പോകാൻ വേണ്ടിയാണ്. ദൈവമക്കളെ, ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറ കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രാണപ്രിയന്റെ കാഹള ശബ്ദം മധ്യാകാശത്തിൽ മുഴുവൻ ഇനി ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, അവന്റെ സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയെ കർത്താവിന്റെ വരവിന് വേണ്ടി വരണം. ആമേൻ. അപ്പം ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയ എബ്രായ ക്രിസ്ത്യാനികളെ പൗലോസ് ക്രിസ്തുവിന്റെ വരവ് എന്നുള്ള പോയിന്റിലേക്ക് മടക്കി വരുത്താനുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗമാണ് എബ്രായ ലേഖനം. അങ്ങനെ ഇനിയിപ്പോ യേശുവിനോട് ഒരല്പം കണക്കത്തില്ല. യേശുവിനോട് കാര്യം യേശു നടന്നു വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല, വിടുതല തരുമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല. അപ്പൊ ഇവരിപ്പം വിചാരിച്ചോ അവിടെ നിന്നാ മതിയായിരുന്നു. അതുകൊണ്ടാ പറയുന്നത് മോശ ദൈവഭവനത്തിലെത്തുകയും. അപ്പൊ ഇവിടെ മനസ്സിൽ ഇപ്പം യേശു എന്ന വിശ്വസ്തം മാറിയിട്ട് ഇവിടെ മനസ്സിലോട്ട് ഇപ്പൊ ആര് വന്നു? പഴയ ആ പള്ളിയിൽ പോരണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ നല്ല ആളായിരുന്നു. ഓർക്കുന്നത് മോശ വിശ്വസ്തനാണെങ്കിൽ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നത്. ആമേൻ. ഇവിടെ ഈ പൗലോസ് എഴുതി വരുമ്പോൾ യേശു ആരാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു രേഖ 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത് വാക്യം. അവനവന്റെ തേജസ്സിന്റെ ഉടമയും തത്വത്തിന്റെ മുദ്രയും
He is the perfect imprint of God's nature. ദൈവപ്രകൃതിയുടെ കൃത്യമായ സീലാണ്, ദൈവപ്രകൃതിയുടെ കൃത്യമായ മുദ്രയാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന അരുമ മണവാളനെ, വിശ്വസ്തനെ യഹൂദ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ അഭിഷേകത്തിന്റെ നാവിനാൽ പൗലോസ് വരച്ചു കാണിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയാൻ പൗലോസിന്റെ നാവിൽ വിളഞ്ഞു വരുന്ന തിളങ്ങി വരുന്ന ഒറ്റ പേര്, ദൈവത്തിന്റെ ദൈവപ്രകൃതിയുടെ കൃത്യമായ മുദ്രണമാണ് കർത്താവായ യേശുക്രിസ്തു. ശ്രദ്ധിച്ച്, അപ്പൊ യേശു ആരാണ്? പിതാവായ ദൈവത്തിന്റെ തത്വത്തിന്റെ തത്വത്തിന്റെ മുദ്രയിൽ തേജസ്സിന്റെ മുദ്ര, സീൽ. എന്താണെന്നറിയാമോ യേശുവിന്റെ സീൽ എന്ന് പറഞ്ഞേക്കുന്നത്? പറയാം. നിങ്ങള് ഈ സീൽ അടിക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? സീൽ ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ മെഷീൻ മുക്കി ഇങ്ങനെ പ്രസ് ചെയ്യും അല്ലേ? നിങ്ങൾ ആരെങ്കിലും ആ സീലിനെ തിരിച്ചു പിടിച്ച് വായിക്കാൻ ശ്രമിച്ചേ, വായിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. ബദലിന്റെ ലൈസൻസ് എന്ന് കാണും, കണ്ണൻ എന്ന് കാണും, രജിസ്ട്രേഷൻ നമ്പർ കാണും, ഹെഡ് ഓഫീസ് എന്ന് കാണും, തിരുവല്ല എന്ന് കാണും, എല്ലാം ഉണ്ട്. പക്ഷെ വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ദൈവത്തെ വായിച്ചെടുക്കാൻ ശ്രമിച്ചവരാണ് പഴയ നിയമത്തിലെ സകല വിശുദ്ധന്മാരും. പക്ഷേ പഴയ നിയമത്തിൽ ഒരിടത്തും ദൈവത്തിന്റെ സ്ഥായിയായ മുഖം വെളിപ്പെട്ടില്ല. ദൈവത്തിന്റെ മുഖമുണ്ട്. ദൈവം ആരാന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്ട് അത്ര മൂലൊക്കെ വെളിപ്പെട്ട് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നോ എന്നൊക്കെ പണ്ട് കുരുടന്മാർ ആനെ കാണാൻ പോയതുപോലെ അത്ര മൂലൊക്കെ വെളിപ്പെട്ടു. പക്ഷേ ദൈവത്തെ, പിതാവായ ദൈവത്തെ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയതാരാണെന്ന് അറിയാമോ? അത് മറ്റാരുമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിൽ ഇരിക്കുന്ന അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ സീന് തിരിച്ചു പിടിച്ചു വായിച്ചാൽ അതെത്ര ശ്രമകരമായിരിക്കും. ഒരു ബുദ്ധിമുട്ട് വേണ്ട. അത് മനുഷ്യനിലേക്ക് മുക്കിയിട്ട് ഒരൊറ്റയടി സിമ്പിളായിട്ട് വായിക്കാം. ഇതുപോലെ പിതാവായ ദൈവത്തിന് മടിയിലിരുന്ന ശീലായ കർത്താവായ യേശു ക്രിസ്തു, ദൈവമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരു സിംഗിളായി ഭൂമിയിൽ പതിച്ചു വരുമ്പോൾ അത് നോക്കി ലോകം ഇങ്ങനെ വായിച്ചു, ദൈവം സ്നേഹമാകുന്നു. ഇത് വായിക്കാനാണ് നൂറ്റാണ്ടുകളായി ഭക്തന്മാർ പണിപ്പെട്ടത്. ഇന്ന് മകൾക്കാർ ഞാനിത് പറയുന്നു, നമുക്കാർക്കും അതിനകത്തൊരു സന്ദേഹം വരാൻ സാധ്യതയില്ല. നമ്മളെ വീണ്ടെടുത്ത ദൈവം സ്നേഹവാനായ ദൈവമാണ്. നമ്മളെ സ്നേഹിച്ച ദൈവം അവൻ നിത്യസ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചവനാണ്. കുറ്റം ചെയ്യാത്തത് കൊണ്ടല്ല, മറുത്തു മത്സരിക്കാത്തത് കൊണ്ടല്ല, തെറ്റാവർത്തിക്കാത്തത് കൊണ്ടല്ല, ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് പകലിന്റെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ദൈവത്തിൽ ആ ചരലുകളെ ഉയർത്തി ഒന്ന് ദൈവത്തിന് തോന്നുകയാണ്. കർത്താവിന്റെ സ്നേഹം എത്ര ആഴമാണെന്നോ, കർത്താവിന്റെ സ്നേഹം എത്ര ഗോചരമാണെന്നോ സങ്കീർത്തനത്തിൽ പ്രവചനത്തിൽ ഇങ്ങനെ ഇരമ്യാവ് എഴുതി, നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. അതാണ് പാട്ടുകാരൻ പാടുന്നത്, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. നമ്മൾ ചേർന്ന് നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, അമ്മയെ സ്നേഹത്തോക്കാൾ ലോകം. മനുഷ്യന്റെ സ്നേഹം മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് വാക്കുകളിലാണ്. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മനുഷ്യന്റെ സ്നേഹം മറ്റൊരാളെ മനസ്സിലാകത്തക്ക നിലയിൽ മനുഷ്യൻ പ്രകടിപ്പിക്കുന്നത് വാക്കുകളിലൂടെയാണ്. എന്നാൽ പിതാവായ ദൈവം നമ്മളോടുള്ള, എന്നോടും നിങ്ങളോടുമുള്ള സ്നേഹം വെളിപ്പെടുത്തിയത്, പ്രകടമാക്കിയത് വാക്കുകളിലൂടെയല്ല. തന്റെ കുമാരനെ 2025 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിൽ തകർത്ത് കാണിച്ചു തന്നാണ് നമ്മളോടുള്ള അവന്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. ആ പിതാവായ ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് പകൽ എവിടെ വരുത്തിയിരിക്കുന്നത്, നിങ്ങൾ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നു, he is the perfect imprint of God's nature. അവൻ എന്താണോ അത് തന്നെയാണ് യേശു. അങ്ങനെയാണെങ്കിൽ യേശു ദൈവമാണ്. 1961 ലോകത്തെ ആദ്യത്തെ ആസ്ട്രോണൈറ്റ്, ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യൂറി ഗഗാറിൻ. 1961 ബഹിരാകാശത്തെ മുഴുവൻ കറങ്ങി നടന്നിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്. ലോകം മുഴുവൻ കിഴിഞ്ഞു മറിച്ച ഒരു പ്രസ്താവന. യൂറി ഗഗാറിൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ലോകത്തെ
ലോകത്തിലെ ആദ്യത്തെ അസ്ട്രോണറ്റ് ബഹിരാകാശ സഞ്ചാരി യൂറിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ബഹിരാകാശം മുഴുവൻ കറങ്ങി നടന്നു നോക്കി, അവിടെ നാം ദൈവമുണ്ടോ? പക്ഷെ ഞാനെങ്ങും ഒരു ദൈവത്തെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നു, ദൈവമില്ല, ദൈവമില്ല. 1961 യൂറിക്കാരൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശ്വപ്രസിദ്ധമായ ആ പ്രസ്താവനയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ബില്ലിയുടെ മറുപടി ഇങ്ങനെയാണ്: അന്നയോ ലോകമേ, നിങ്ങൾ ആരെങ്കിലും ടേബിൾ പണിത ആശാരിയെ ടേബിളിന്റെ ഷെൽഫിനകത്ത് നോക്കിയാൽ ആശാരിയെ കൊണ്ട് ഒരിക്കലുമില്ല. ഇനി ഈ ലോകം മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ ലോകത്തിലെ എവിടെയെങ്കിലും നിങ്ങൾ ദൈവത്തെ നോക്കിയാൽ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഇത് നമുക്ക് കൃപ ബാധിച്ച ദൈവമക്കൾക്കറിയാം, നമ്മുടെ ദൈവം ദൂരത്തെവിടെ ഇരിക്കുന്ന ദൈവമല്ല, നടുത്തൊട്ടിന്റെ പ്രത്യാശയായ ക്രിസ്തു, സ്വർഗത്തിൽ ഒതുങ്ങാത്തവൻ, സ്വർഗത്തിൽ ഒതുങ്ങാത്ത ദൈവം, ഇന്ന് പകരയുടെ എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്വാതന്ത്ര്യം. അതിന്റെ ആശാരിയെ ആ തേരിന്റെ തോളിൽ തപ്പിയ കാണുകയില്ല. മേശയേക്കാൾ വലിയവനാണ് ആശാരി. ഇതുപോലെ ലോകത്തെയും സകലത്തെയും ഉണ്ടാക്കിയ ദൈവം, അതിനേക്കാൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നു. ദൈവം ഉണ്ട് എന്നും നമുക്ക് വിശ്വസിക്കുന്നു. എവിടെ കേൾക്കുന്ന ദൈവത്തെ നീ വിശ്വസിക്കുന്നു. ദൈവമുണ്ട്. എങ്ങനത്തെ ദൈവം? അന്വേഷിക്കുന്നവർക്ക് മറുപടി തരുന്ന ദൈവം. പരിശുദ്ധാത്മ പറയുന്നു, ജീവിക്കുന്ന ദൈവമുണ്ട്, തന്നെ സഹിക്കുന്നവർ അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. പൗലോസിങ്ങനെ പറഞ്ഞു, ദൈവം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലേ? ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്റെ അകത്തിരിക്കുന്ന ദൈവം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നവരാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കാണാത്ത ദൈവമല്ല, നമ്മുടെ തങ്ങിലെ കണ്ടിട്ട് അത് മതിക്കുന്നത് ദൈവമല്ല. വിശ്വസിക്കുന്നത് അല്പസമയം ആ തന്നെ ചലിപ്പിച്ച ഇന്നത്തെ യൗവനക്കാരുടെ തലമുറ ഒരു വലിയ പ്രശ്നം സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. ദൈവമൊന്നുമില്ലെന്ന്. ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ വരുമോ? എത്രയോ ചെറുപ്പക്കാരനുള്ള ചിലവുണ്ട്. എനിക്ക് ദൈവമുണ്ടെങ്കിൽ, ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്റെ കുടുംബത്തിൽ എന്ത് ഇങ്ങനെ സംഭവിച്ചു? ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എന്റെ തലമുറയ്ക്ക് എന്ത് ഇങ്ങനെ സംഭവിച്ചു? ഓർക്കണം, ദൈവം ആരെയാണ് അനുഗ്രഹിക്കുന്നത്? തങ്ങൾ ആശ്രയിക്കുന്നവരെയാണ് അവൻ അനുഗ്രഹിക്കുന്നത്. ആമേൻ. ഞാൻ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണം ഞാൻ ഇത് പറയുമ്പോൾ പറയാം. അതായത് കേരളത്തിൽ തന്നെ എത്ര സോപ്പ് കമ്പനിയുണ്ട്? എത്ര സോപ്പ് കമ്പനിയുണ്ട്? ഇപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരു 10 സോപ്പിന് കമ്പനി വന്നില്ലേ? നിങ്ങൾ ഏത് സോപ്പ് ഉപയോഗിക്കുന്നത്? PS ആണോ? ഞാൻ PS-ന്റെ പ്രൊമോട്ടൊന്നും അല്ല കേട്ടോ. നല്ല സോപ്പുണ്ടല്ലേ? എത്രയോ നല്ല സോപ്പുകളുണ്ട്. പക്ഷെ കുളിക്കാത്ത ആളുകളില്ലേ? ഇല്ലേ? ഇല്ലേ? മനുഷ്യൻ കുളിക്കാൻ സോപ്പ് കുളിക്കാൻ സോപ്പ് വന്നു. എത്ര ടൈപ്പ്, ഏതെല്ലാം സ്മെല്ലുകളിൽ സോപ്പുണ്ട്? ഇത്രയും സോപ്പുണ്ടായിട്ട് എന്റെ ദേഹത്തെ സ്മെല്ല് എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചോദിക്കുന്ന പോലത്തെ വിവരക്കേടാണ്. ദൈവം ഉണ്ടെങ്കിൽ എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ആ നേരത്തെ സ്മെല്ല് പോകണമെങ്കിൽ സോപ്പ് കമ്പനിക്കാർ സോപ്പ് ഉണ്ടാക്കുന്നത് കാര്യമില്ല. അതിനു വേണ്ടി പണം മുടക്കാൻ തയ്യാറാകണം, അത് വാങ്ങാൻ തയ്യാറാകണം. ജീവിക്കുന്ന ദൈവമുണ്ട് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ആ വിവരക്കേടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആശ്രയിക്കുന്നവരെ അവൻ അറിയുമ്പോ എന്ന ഭാവിൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്നവരെ അവൻ നമ്മളെ കൈവിടുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് എഴുതി വരികയാണ്, അത് യഥാർത്ഥത്തിൽ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. അവൻ സാക്ഷാൽ ദൈവം തന്നെയാണ്. സ്തോത്രം. എന്നിട്ട് ആ 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. 2-ാമത്തെ വാക്യം എപ്പോൾ ഓർമ്മ കണ്ട ഈ അന്ധകാലത്ത് യേശുവിനെ വേണ്ടി പൗലോസ് അവതരിപ്പിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, കേട്ടോ, യേശു ആരാണ്? അവൻ അവൻ അവകാശിയാണ്. ഒന്ന് പറഞ്ഞേ, അവകാശമാണ്. ആരുടെ അവകാശം? എന്റെ അവകാശം. അവർക്ക് ഒന്നിച്ച് എന്റെ കാലത്ത് ദൈവം, പിതാവായ ദൈവം യേശുവിനെ ആരാക്കി വെച്ചു? അവകാശമാക്കി വെച്ചു.
എന്നിട്ട് പൗലോസ് പറയുകയാണ്, ദൈവമക്കളെ, യേശു അവകാശിയാണെങ്കിൽ നമ്മൾ ആരാണെന്നറിയാമോ? നമ്മൾ അവരുടെ കൂട്ടവകാശികളാണ്. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന്റെ അവകാശികളും. ശ്രദ്ധിച്ച, യേശു ആരാണ്? യേശു തത്വത്തിന്റെ മുദ്രയാണ്. 2, യേശു ആരാണ്? യേശു അവകാശിയാണ്. ദൈവത്തിന്റെ പിതാവായ ദൈവം ദൈവത്തിന് എന്തെല്ലാമുണ്ടോ അതിനെല്ലാത്തിനും അവകാശിയാണ്. പിതാവിന്റെ സന്നിധിയിൽ ഒരുപാട് അനുഗ്രഹങ്ങളില്ലേ? ഇല്ലേ? ഉണ്ട്. അതെല്ലാം അവകാശിയായ യഥാർത്ഥത്തിൽ ആരാ? യേശു ക്രിസ്തുവാണ്. എന്നിട്ട് അല്പം ക്ഷീണിച്ചിരുന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് വിളങ്ങി അവരോട് പറയുക, ദൈവമക്കളെ, യഥാർത്ഥത്തിൽ നമ്മളാരാണെന്നറിയാമോ? നമ്മൾ അവകാശികളും ക്രിസ്തു യേശുവിനോട് കൂടെ കൂട്ടവകാശികളുമാകുന്നു. ജോയിന്റ് അക്കൗണ്ടിൽ കിട്ടണമെന്ന് നിങ്ങൾ ഇല്ലേ? അത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനും മാമച്ചാനും അല്ലെങ്കിൽ സജു അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തിരിക്കട്ടെ. അതിനകത്ത് 1 ലക്ഷം രൂപ ഉണ്ട്. വേണ്ട, എന്തായാലും ഉദാഹരണമാണ്. ഒരു 2 കോടി രൂപ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. അതുകൊണ്ടാ ആ അക്കൗണ്ടിനകത്ത് 2 കോടി രൂപ ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പം ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ എന്റെ ഇഷ്ടത്തിന് എടുക്കാൻ പറ്റുമോ? മാമച്ചാൻ ഇഷ്ടം എടുക്കാൻ പറ്റുമോ? ഇല്ല. അത് കിട്ടണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും തീരുമാനം ഒരുമേഖലയാകണം. ദൈവമക്കളെ, പല വിഷയങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ നോക്കണം, ദൈവത്തിന്റെ അവകാശം ക്രിസ്തുവാണ്. നിങ്ങളും അവകാശികളാണ്. പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ അവകാശം നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി മാറണം. അവനെ പോലെ നിങ്ങളാവണം. അവന്റെ സ്വഭാവം പോലെ, അവന്റെ പ്രവൃത്തി പോലെ നിങ്ങളുടെ പ്രവൃത്തിയാവണം. അവൻ എങ്ങനെയാണ് നമ്മൾ കർത്താവിന്റെ കൂട്ടവകാശിയായത്? എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വെച്ച് എങ്ങനെയാ കർത്താവിനോട് കൂടെ കൂട്ടവകാശിയാകേണ്ടത്? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക്? അതോ ജാതികൾ സുവിശേഷത്താൽ അപ്പൊ ശ്രമിച്ച്, ഒരു വ്യക്തിക്ക് സാധാരണ യേശുവായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു വ്യക്തിക്ക് യേശുവിനോടുകൂടി എങ്ങനെ കൂട്ടവകാശിയാകാം? എങ്ങനെ? സുവിശേഷത്താൽ. സുവിശേഷം കേട്ട്, എന്റെ കർത്താവേ, എന്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു, ഞാൻ ചെയ്തു പോയ സകല പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു, കർത്താവേ, എന്റെ രക്ഷകൻ കർത്താവുമായി ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ സുവിശേഷത്താൽ ആരായി മാറുക? രക്ഷിക്കപ്പെട്ട് പെന്തിക്കോസിൽ ചേരുവല്ല, രക്ഷിക്കപ്പെട്ട് കലക്കവെള്ളത്തിനുമല്ല, പിന്നെ രക്ഷിക്കപ്പെട്ട് എന്ത് ചെയ്യുക? കർത്താവ് എന്റെ ഹൃദയത്തിലോട്ട് വരണമേ, കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന് ഒരാൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത്? പറയുന്നു, നിങ്ങൾ ആരാകുമെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരെ നമ്മൾ ഓരോരുത്തരും അവന്റെ കൂട്ടവകാശികളാണ്. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനുള്ള സ്വാഗതം. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക. അപ്പൊ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതോ ജാതികൾ എന്ന് പറഞ്ഞാല് യഹൂദരല്ലാത്ത ആളുകൾ, എല്ലാവരും ജാതികളാണ് എന്ന് പറയുന്നു. സുവിശേഷം കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ടാൽ പിന്നെ യഹൂദനും ജാതിയുണ്ടോ? ഇല്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവിൽ കൂട്ടവകാശികളും ഏക. അപ്പം അതിനകത്ത് വേറിട്ടം കാണിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് അങ്ങനെ തിരിച്ചു കാണാൻ കഴിയുമോ? മനസ്സിലാക്കാൻ ചിന്തയിൽ വരുമോ? ഇല്ല. ഓർക്കണം, രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരെ ഞാനും നിങ്ങളും ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശികളാണ്. ഇന്ന് പകൽക്കാലം ദൈവം തന്റെ ജനക്ക് ധൈര്യം കൊടുക്കുക. അവന്റെ ഭാരം പറണ്ട, വിഷയത്തിനൊരു പരിഹാരമുണ്ട്. കാരണം ജോയിന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു ഗുണമുണ്ട്. ആ പൈസ എനിക്കും മാമച്ചാനും കൂടെ അവകാശപ്പെട്ടതാ. പക്ഷെ ഈ ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഒറ്റക്കെടുക്കാൻ പറ്റുമോ? ഇല്ല. മാമച്ചാൻ ഒറ്റക്കെടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഒരാളുടെ കഷ്ടത കാണുമ്പോൾ അറിയാതെ ഒപ്പിട്ട് പോകും. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ആരാണ്? കർത്താവ് നിങ്ങളുടെ കഷ്ടത കണ്ടിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതല്ല, കണ്ണീർ
കണ്ണൂരിടുമ്പോ മനസ്സറിയുന്ന കല്ലാലും കണ്ടുള്ള കാരുണ്യ. കണ്ടോ, ഒന്നും പേടിക്കണ്ട. അവൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്. അവൻ കൂട്ടവകാശിയാണ്. നീ കടന്നുപോകുന്ന പ്രതിസന്ധി കണ്ടിട്ട് കണ്ണും തിരിഞ്ഞും മുഖത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടവകാശിയുടെ കൂടെ അല്ല ഞാൻ ആ സമയത്ത് അവർ കഠിനമായ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ പോലീസ് പറയുന്നു, ദൈവം നിങ്ങൾക്ക് എന്തിന് ഈ കഷ്ടത അനുവദിച്ചു തന്നിരിക്കുന്നു. ഞാനൊരു മറ്റൊരു പ്രസംഗത്തിൽ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞതാണ്. അന്ന് കേട്ടവരാണ്, അത് ഞായറാഴ്ച അല്ലായിരുന്നു, ഏതൊരു ബൈബിൾ ശരിക്കാം. അന്ന് കേട്ടവർക്ക് ചെറിയൊരു ആവർത്തന വിരസത ഒരു 3 മിനിറ്റത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും സാരമില്ല, അത് കേട്ട് വളരുക. എന്തിനാണ് ദൈവചന പ്രതിസന്ധികളെ ദൈവം നമുക്ക് അനുവദിക്കുന്നത്? ശ്രമം അതിന്റെ 9-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം വായിച്ചത്. 9-ാമത്തെ വാക്യം ഹീബ്രു എബ്രായലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. മരണം അനുഭവിച്ചത് കൊണ്ട് ശ്രദ്ധിച്ച്, വലിയ കഷ്ടതയിലൂടെ പോകുന്ന ദൈവജനത്തിന് മുമ്പിൽ അതിലേറെ കഷ്ടതയിലൂടെ പോയ ഒരാളുടെ ചരിത്രം പൗലോസ് വിളിക്കുകയാണ്. അതാരാണ്? കർത്താവായ യേശുക്രിസ്തു. വായിച്ചെങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാശ്രയിപ്പാൻ ദൂതന്മാരിലും അല്പം. ദൈവമക്കളെ, ചിലപ്പോൾ ദൈവം നമ്മളെ ഒന്ന് താഴ്ത്തും കേട്ടോ. സ്തോത്രം. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ബൈബിൾ എഴുതിയേക്കുന്നത് ദൈവം അവരെ താഴ്ത്തി പരീക്ഷിച്ചെന്ന. എങ്ങനെ? അപ്പൊ എല്ലാ താഴ്ചയും തകർക്കാനല്ല, ചില താഴ്ചകൾ ഉയർത്താൻ വേണ്ടിയാണ്. അപ്പം ഉന്നതത്തിലിരുന്ന യേശുവിനെ പിതാവായ എന്തോ ചെയ്തു? ആ താഴ്ചയുടെ പിറകിൽ സാത്താനാണോ? ആണോ? ആ താഴ്ചയുടെ പിന്നിൽ പിശാചാണോ? അല്ല. അതുകൊണ്ട് തന്നെ പിശാചിനെ ശാസിച്ചാൽ ഈ താഴ്ച മാറുമോ? ഇല്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് പത്താമത്തെ വാക്യം സകലത്തിനും രക്ഷാനായകനാ, പക്ഷെ താഴ്ച വന്നു. അല്ലേ? താഴ്ച എന്ന് പറഞ്ഞാൽ എന്തുവാ വേണ്ടത്? എന്തുവാ? ചിലപ്പോ ഒന്ന് സഹിക്കേണ്ടി വരും കേട്ടോ. സ്വതന്ത്രം പുത്രൻ ശരിയാണ്, പുത്രനെങ്കിലും നായകനാണ്, ലീഡറാണ്, ശരിയാണ്. പക്ഷെ ചില സമയത്ത് ദൈവം താഴ്ച അനുഭവിക്കും. എന്താ താഴ്ച? നമ്മൾ കടന്നു പോകുന്ന കഷ്ടത. എന്തിന് യേശുവിന്റെ കഷ്ടത ദൈവം അനുവദിച്ചു? അത് മനസ്സിലായാൽ എന്തിന് കഷ്ടത ദൈവം നമുക്ക് അനുവദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ച്, അതിന്റെ 9-ാമത്തെ കോമഡി വായിച്ചെങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരെയും യേശു അനുഭവിച്ചതുകൊണ്ട്. അപ്പൊ യേശു കഷ്ടത അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് എന്തൊക്കെ കിട്ടി? പറഞ്ഞേ, എന്തൊക്കെ കിട്ടി? മഹത്വവും ബഹുമാനവും കിട്ടി. സ്തോത്രം. പൗലോസ് പറയുക, അങ്ങനെയാണെങ്കിൽ നിങ്ങളും കഷ്ടത അനുഭവിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടും? ഗ്ലോറി കിട്ടും, മഹത്വം കിട്ടും, തേജസ്, മഹിമ കിട്ടും. ഏത് മഹത്വമാണ് യേശുവിന് കിട്ടിയത്? ആ മഹത്വത്തെ കുറിച്ചാണ് 2-ാമത്തെ അധ്യായം അതിന്റെ 6 മുതൽ താപ്പോട്ട് വായിക്കണം. നീ മനുഷ്യനെ ഓർക്കേണ്ടതിന്, അവനെന്ത് മനുഷ്യത്വത്തിനെ സന്ദർശിക്കേണ്ടതിന് താഴ്ത്തി തേജസ് ബഹുമാനം. തേജസ് എന്ന് പറഞ്ഞ മഹത്വം. തേജസ്സും ബഹുമാനവും ആരെ അറിയിച്ചു? അല്ലല്ല, നീ മനുഷ്യനെ ഓർക്കേണ്ടതിന് അവനുണ്ട്. അപ്പൊ ഏത് മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്? ഏതനിൽ ആദവനെ ദൈവം ഉണ്ടാക്കിയപ്പം അവന്റെ മേൽ എന്തോ ഉണ്ടായിരുന്നു? തേജസ് ഉണ്ടായിരുന്നു, മഹത്വം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബഹുമാനം ഉണ്ടായിരുന്നു. ഈ തേജസ്സും ബഹുമാനവുമാണ് സകലത്തെയും വാഴാൻ ആദമനെ ശക്തീകരിച്ചത്.
എല്ലാവരും ഉണ്ടോ നിങ്ങള്? ഉണ്ടോ? ആ, ശ്രമിച്ച്. ഏതനിൽ ദൈവം എന്താ പറഞ്ഞ? നീ സകലത്തിന്റെ മേലും വാഴണം, അല്ലെ? അപ്പൊ വാഴ ആദാമിനെ ശക്തീകരിച്ച കാര്യം എന്തുവാ? ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും മുഖത്തും ഉണ്ടായിരുന്നു. അപ്പം സാത്താൻ മനസ്സിലായി, യവന്റെ വാഴ്ച അവസാനിപ്പിക്കണമെങ്കിൽ യവന്റെ എന്താ കളയണം? തേജസ്സും ബഹുമാനവും മഹത്വവും ഒക്കെ കളയണം. അങ്ങനെ പുറകെ നടന്ന് പാപം ജയിച്ചു കഴിഞ്ഞപ്പം ആദന്റെ എന്താ പോയി? തേജസ് പോയി. അവർ നഗ്നത പറഞ്ഞു. വാഴാൻ വേണ്ടി ദൈവമാക്കിയ ആള് അവസാനം വീണു, തേജസ് പോയി. പിന്നെ ഒരു മനുഷ്യന്റെ മേൽ ആ തേജസ് വന്നിട്ടില്ല. ആദമിന്റെ മേൽ ഉണ്ടായിരുന്ന തേജസ് പിന്നെ വന്നതാണെന്നറിയാമോ? അന്ന് സീനായി മലമുകളിൽ ആ തേജസ് ഇറങ്ങി. പിന്നെ പെട്ടകത്തിന്റെ മേൽ കൃപാസനത്തിൽ ആ തേജസ് ഇറങ്ങി. ഒരു മനുഷ്യന്റെ മുകളിൽ ആ തേജസ് ഇറങ്ങിയിട്ടില്ല. എന്നാൽ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ആദമിന്റെ മഹത്വമായി പോയ ചരിത്രത്തിലാദ്യമായി സ്വന്തം ശരീരത്തിലേക്ക് ആവഹിച്ചെടുത്ത അപ്പൊ ആദമിന്റെ മേലിൽ പോയ ഗ്ലോറിയെ എങ്ങനെ യേശു തിരിച്ചിരിച്ചേ? ഒൻപതിന്റെ അവസാനം വായിച്ച്, ഒൻപതിന്റെ അവസാനം യേശു മരണം അനുഭവിച്ചത് കൊണ്ട് ആത്മേലില് താഴ്ച വന്നവനായ അപ്പോ ദൈവം എന്തിന് താങ്കൾക്ക് ചില പ്രതിസന്ധികൾ അനുവദിക്കുന്നു? ദൈവം എന്തിന് ചില പ്രതിസന്ധികൾ എനിക്ക് അനുവദിക്കുന്നു എന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നു, ദൈവത്തിന് നിങ്ങളെ മഹത്വമാക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ച്, യേശുവിന് എങ്ങനെ മഹത്വം കിട്ടിയത്? താഴ്ച വന്നു, അല്ലെ? താഴ്ച എന്ന് പറഞ്ഞ എന്തുവാ? കഷ്ടത വന്നു. താഴ്ച വന്നവനായ യേശു മരണം കേട്ടെന്നാണോ? പിന്നെ പോയതൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെ അനുഭവത്തിൽ വരുമ്പോ ആ പാട്, അല്ലേ? ആ ദൈവം മുടിയിക്കും എന്നൊക്കെ പറയാം. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പം പിടിച്ചു നിൽക്കാൻ പാടാണ്. പറഞ്ഞത് കേട്ടോ, മരണം കേട്ടമല്ല, മരണം ഇന്ന പകർക്കാരൻ കർത്താവ് എനിക്ക് ഈ പ്രശ്നമാണ്, എനിക്കെന്നും വേദനയാണ് എന്ന് ഞാൻ ഈ കർത്തവ്യം അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് പരിശുദ്ധമാണ് ഈ അനുഭവത്തിനകത്ത് നമ്മളെ നമ്മുടെ മരണം അനുഭവിച്ചുകൊണ്ട് എന്താ കിട്ടി? മഹത്വം കിട്ടി. അത് ലിറ്ററലി നടന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറയാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ എന്തിനാണ് നിന്നെ ഇത്രയും തകർച്ച വിടുന്നറിയാമോ? ഏത് മേഖലയിലാണോ നീ തകർക്കപ്പെടുന്നത്, ആ മേഖലയിൽ എന്റെ ദൈവന്റെ ഗ്ലോറിയാകുന്നത്. എങ്ങനെ ജീവിച്ച ക്രൂശ കിടക്കുന്ന യേശുവിനെ വഴിപോക്കർ കണ്ട് പറഞ്ഞത് കേട്ടോ? തലകുലുക്കി, എന്താ എഴുതിയേക്കണ? തലകുലുക്കി നിന്നിച്ച് എങ്ങനെ ജീവിച്ചാണ് ഇപ്പൊ കിടക്കുന്നത് കണ്ടോ? എന്റെ ചോദ്യം, നാട്ടുകാരെ കളിയാക്കത്തക്ക നിലയിൽ എന്തിന് യേശുവിനെ അനുവദിച്ചു? ഒറ്റ ഉത്തരം, ദൈവം അതിനകത്ത് നമ്മളെ ഗ്ലോറിയാക്കാൻ പോവാ. ഈ വചന ചില സമയങ്ങളിലേക്ക് ആഴത്തിൽ പതിയട്ടെ. യേശുവിന്റെ നാമത്തിൽ 1000 തവണ ചോദിച്ചത് എന്തുകൊണ്ട്? എനിക്കിത് ദൈവം ഇല്ലാത്തതുകൊണ്ടാണോ? അതോ അത്രയേക്കും ദൈവമില്ലേ? സ്തോത്രം. ഞാൻ എത്രയോ തവണ പറയുന്നത്, ഒരു പാസ്റ്റേ, ഈ ദൈവം ഈ പ്രാർത്ഥന ഒന്നും ഇത് എന്തിനാ? ഇത് ദൈവത്തെ ഓർക്കണം, ദൈവത്തെ നിങ്ങളെ തകർക്കാനല്ല, ദൈവത്തെ നിങ്ങളെ തികച്ചെടുക്കാൻ വേണ്ടിയാണ്. സ്തോത്രം. കർത്താനുഭവങ്ങളാൽ പെർഫെക്റ്റായി. ഇന്ന് പകൽക്കാലം ഓർക്കണം, ദൈവം നിങ്ങളുടെ മേലെ ഗ്ലോറി പകരാൻ പോകുന്നത്. ഒന്ന്, യേശുവിന്റെ മുമ്പിലെ കഷ്ടത അനുവദിച്ചു, നഷ്ടമായി പോയ ഗ്ലോറി മടക്കി യേശു പ്രാപിച്ചു. സ്തോത്രം. എന്നിട്ട് ആ ഗ്ലോറി ഇപ്പൊ എവിടെയുണ്ട്? യേശുവിന്റെ അകത്തുണ്ട്. യേശു അവസാനം പിതാവിന്റെ പറയുന്നൊരു കാര്യമുണ്ട്,
തന്റെ ശിഷ്യന്മാരെ കൂട്ടി ഇങ്ങനെ ഇരുത്തിയിട്ട് പറയുവാണ്, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു കഷ്ടം അനുഭവിച്ചതിനറിയാമോ? നമ്മുടെ ഇന്ന് പകർന്നിരിക്കുന്ന വിശ്വസിച്ച് യേശു തകർക്കപ്പെട്ടത് നീയും തകരാതിരിക്കാൻ വേണ്ടിയാണ്. യേശു നീ ഉപരാതിരിക്കാൻ വേണ്ടിയാണ്. യേശുവിന്റെ സംഘം നമ്മുടെ ശരീരം വേണ്ടിയാണ്. രണ്ട്, യേശുവിന് എന്തിനാ പ്രതിസന്ധി അനുവദിച്ചു? അല്ലെങ്കിൽ ദൈവം എന്തിന് നമുക്ക് അനുവദിക്കുന്നു? രണ്ടാമത്തെ ഉത്തരം, രണ്ടാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വായിച്ച്, താൻ തന്നെ എന്തിന് ദൈവം നിങ്ങളെ അങ്ങനെ കടത്തിവിടുന്നു എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ഉത്തരം, നാളെ നിങ്ങളുടെ അവസരം മാറ്റി കഴിയുമ്പം ഇതേ കണ്ടീഷനിലൂടെ പോകുന്നവർക്ക് നിങ്ങളൊരു അനുഗ്രഹമാകാൻ വേണ്ടിയാ. ശ്വാസം മുട്ടൽ വന്ന് വലിക്കുമ്പം ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴേ ആ വലിയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വലിച്ചവനെ മനസ്സിലാവും, അല്ലേ? സ്തോത്രം. നാളെ നിങ്ങൾ പലർക്കും അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. ഇന്ന് ഏത് മേഖലയിലാണോ നിങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നത്? വാക്കുകൾ കണ്ടോ? താൻ തന്നെ പരീക്ഷണത്തിനായി കട്ടം കേട്ടമല്ല, അല്ല വേടിപ്പായിട്ട് ആലക്കി ബോധിപ്പിച്ചു. ചെറിയ പ്രശ്നമൊന്നുമല്ല, കട്ടം അനുവദിച്ചിരിക്കയാൽ അതുകൊണ്ട് ആ മേഖലയിലുള്ള ആരെങ്കിലും ഇവന്റെ മുമ്പിൽ വന്നാൽ ഇവൻ കൈവച്ച സംഗതി ക്ലിയറാവും. ഇന്ന് പകൽക്കാലം ഓർക്കണം, നിങ്ങൾ ഏത് മേഖലയിലാണോ കൂടുതൽ പ്രതിസന്ധി അകപ്പെട്ടിരിക്കുന്നത് ആ മേഖലയിൽ ദൈവം നിങ്ങളെ അത്ഭുതമാക്കുകയാണ്. സ്വന്തം ഇത് എന്റെ ഐഡിയ അല്ല ഈ പറയുന്നത്, എന്റെ ഒരു ആശയമാണ് ഞാൻ പറയുന്നത്. ബൈബിളിന്റെ അന്തസത്ത അതിന്റെ തനതായ നിലയിൽ ദൈവജനത്തിന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഏത് മേഖലയിലാണോ കൂടുതൽ ശ്രമം ചെയ്യുന്നത് ആ മേഖലയിൽ എന്റെ ദൈവം എന്നെ ഒരു അത്ഭുതമാക്കും എന്ന് വിശ്വസിക്കുന്നവർ അക്കരകളെ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ആ ലാസറിന്റെ വീട്ടിൽ വന്നാൽ നമുക്കത് കാണാൻ കഴിയും. യേശു പലതവണ ആ വീട്ടിൽ വന്നിട്ട് ലാസറിനെ അവിടെ കണ്ടിട്ടുണ്ടോ? അവർ കഴിക്കാതിരിക്കുന്ന ടേബിള് ലാസറിനെ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. യേശു എത്രയോ തവണ അവിടെ വന്നിരിക്കുന്നു, യേശു എത്രയോ തവണ ഭക്ഷിച്ചിരിക്കുന്നു, മാർത്തയും മറിയയും യേശുവിനെ എത്ര തവണ ശുശ്രൂഷിച്ചിരിക്കുന്നു. ആ ടേബിളിൽ ഒന്നും ലാസറിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ കാര്യം പറയാം, ഏത് ടേബിളിൽ നിന്ന് നിങ്ങൾ അകത്തുണ്ടാക്കിയോ അതേ ടേബിളും നമ്മൾ അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് എന്റെ സന്ദേശത്തിൽപ്പെട്ടത് അല്ലെങ്കിൽ ഉദാഹരണമായി പരിശുദ്ധാത്മ തരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. യേശു മാർത്ത ഒരിക്കലേ യേശുവിനോട് പറഞ്ഞ, കർത്താവേ ദാണ്ട മറിയ അവിടെ വെറുതെ ഇരിക്കുവാണ്, അവളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ യേശു പറഞ്ഞില്ലേ? മാർത്ത എന്താ ലാസറിന്റെ കാര്യം പറയാത്തെ? അയാൾ അതിനെ കിട്ടിയല്ല, അവനെ ഒന്നും ഇവിടെ കുഴപ്പമില്ലെന്നാ ആ പെണ്ണന്മാര് പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, അവനെ ഏത് ടേബിള് ഇരുത്താതെ മാറ്റി നിർത്തിയോ അതേ നാട്ടിൽ അതേ പട്ടണത്തിൽ അനേകരുടെ മതിലിൽ ആ എന്റെ ശത്രുക്കൾ ആ ഉറപ്പ് ഇന്ന് പകരം നമ്മുടെ അകത്തുണ്ടാകട്ടെ. കഷ്ടാനുഭവങ്ങളിലൂടെ താഴ്ന്നു പോയ ക്രിസ്തുവല്ല, കഷ്ടാനുഭവങ്ങളിലൂടെ നന്നായി വന്ന കർത്താവ്. അതാ പാട്ടുകാരൻ പാടിയത്, എന്നെ വിളിക്കുവാനോ അല്ലെങ്കിൽ
എന്നെ പാടും നല്ല ദ്രവ്യാക്കുവാൻ അല്ലയോ പറഞ്ഞു, എന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, എന്നെ പാടും നല്ല രോഗികളായേറെ ഭാരപ്പെടുന്നവർ വിശ്വസിക്കുന്നു. നാളെ അനേക രോഗികളുടെ സൗഖ്യത്തിനായി കർത്താവ് ഉപയോഗിക്കുന്നു. ഈ ലോകത്ത് നിങ്ങളുടെ ഭാരപ്പെട്ട് പോകുന്ന സാമ്പത്തിക തകർന്നിരിക്കുന്ന മക്കളെ, നാളെ ദൈവരാജ്യത്തിന് വേണ്ടി വാരി വലിച്ചു കൊടുക്കുക. എന്റെ കരങ്ങളെ കർത്താവിൻ ശക്തിയേറ്റു നിങ്ങൾ വിശ്വസിക്കുന്നു. തലമുറ വിഷയത്തിന്റെ ഭാരപ്പെടുന്നവരെ ഇന്ത്യക്ക് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുക. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കും. ആമേൻ. അനേകരെ സഹായിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ ഈ കർഷകരുടെ കടത്തിവിടുന്ന ഭാരപ്പെടേണ്ട സ്തോത്രം. എന്നിട്ട് പൗലോസ് ആ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, നാം സ്വീകരിച്ചെന്ന് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരിക്കുന്ന ലോകത്തിൽ ആരെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷേ ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ചാൽ കുറ്റം കണ്ടുപിടിക്കാം. എന്നോടുണ്ടോ നിങ്ങള്? നമ്മളാരും കുറ്റത്തിന് അതീതരല്ല. ലോകത്തിൽ ആരെ വേണമെങ്കിലും നോക്കിക്കോ. പത്രോസ് പറഞ്ഞില്ലേ, ഞങ്ങളെ നോക്കുവിൻ. മുടന്തിന് കൈയെടുത്തപ്പോ എന്താ പറഞ്ഞേ? ഞങ്ങളെ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞോ. ശ്രദ്ധിച്ചു നോക്കിയ പത്രത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. പക്ഷെ എത്ര ശ്രദ്ധിച്ചു നോക്കിയാലും ഒരു കുഴപ്പവുമില്ലാത്ത, ഒരു ഡോട്ടില്ലാത്ത ഒരൊറ്റയാളെ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം യേശുക്രിസ്തുവിനെ എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കിയാൽ ആകാരം ചേരട്ടെ. യേശു കിടക്കുവാണ് ക്രൂശില്. യേശു കിടക്കോ? ക്രൂശിൽ കിടക്കുക. യേശുവിന്റെ ഇടവും വരവും 2 ഇളന്മാരുണ്ട് അല്ലേ? ഇളന്മാരുണ്ട്. ഒരുത്തൻ ചുമ്മാ നോക്കിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കാം, നിന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച തന്റെ കൂടെ ഞാൻ പള്ളി വരാം, എനിക്ക് ഈ ആഴ്ച പ്രാർത്ഥിച്ചൊരു ജോലി മേടിച്ചു തരാം. ഞാൻ വന്നില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല. പുള്ളി വെറുതെ ഒന്ന് നോക്കിയതാ. പക്ഷെ ഇപ്പുറത്ത് കിടന്നവൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഇവന്റെ കാഴ്ചപ്പാടിൽ കണ്ടിട്ടൊരു ഒരു ഹോപ്പുമില്ല. ഇയാൾക്ക് ഇയാളെ രക്ഷിക്കാൻ വയ്യ, ഞങ്ങളെ രക്ഷിക്കാൻ വയ്യ. ഈ നമ്മുടെ വിഷയങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് പലപ്പോഴും ഇങ്ങനെ തോന്നുന്നേ, പ്രത്യേകിച്ച് ഹോപ്പൊന്നും ഇല്ല. അവൻ വെറുതെ ഒന്ന് നോക്കി, നിനക്ക് കഴിയുമെങ്കിൽ നിന്നെ രക്ഷിക്ക, എന്നെ രക്ഷിക്ക. ഇപ്പുറത്ത് കിടന്നവൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി. ശ്രദ്ധിച്ചപ്പോ അവൻ കണ്ടെന്തെന്നറിയാവോ? യേശുവിന്റെ തലയിൽ മുൾക്കിരീടമല്ല, അവന്റെ തലയിൽ പൊൻകിരീടം ഇരിക്കുന്നു. മറ്റേ മുമ്പേ കണ്ടേ മുൾക്കിരീടം. നിനക്ക് കഴിയുമെങ്കിൽ നീ നിന്നെ പിടിവിക്ക, എന്നെ പിടിവിക്കും. പക്ഷെ യേശു നോക്കിയപ്പോ കാണുന്ന മുൾക്കിരീടമല്ല, അവൻ കാണുന്നത് പൊൻകിരീടം. യേശുവിന്റെ കയ്യിലോട്ട് നോക്കി മറ്റേ കണ്ടത് ആണി അടിച്ചേക്കുക. പക്ഷെ ഇവനൊന്ന് ശ്രദ്ധിച്ചു നോക്കി മനസ്സിലായി, അവന്റെ കയ്യിൽ കിടക്കുന്നത് ആണിയല്ല, അത് ചെങ്കോലാണ്. അവൻ ഉടനെ പറയുന്നു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരും. മനസ്സിലായോ? യവൻ എന്താ പറഞ്ഞേ? നീ ദൈവപുത്രനാണെങ്കിൽ നീ എന്നെ വിടുവിക്കണം എന്ന് വെച്ചാൽ ഉടനടി ഒരു വിടുതൽ വേണം. മറ്റവൻ പറഞ്ഞു, കർത്താവേ, നീ നിന്നെയും വിടുവിക്കും, നീ എന്നെയും വിടുവിക്കും. പക്ഷെ അതിപ്പണല്ല. ദൈവത്തിന് ടൈമിനായി വെയിറ്റ് ചെയ്യാവോ? എന്താ പറഞ്ഞു? നീ രാജ്യത്വം പ്രാപിച്ച ഇപ്പല്ല, നീ ഇപ്പൊ ഇങ്ങനെ തകർന്നു കിടക്കുന്നവരെ പോലെ കിടക്കുവോ? പക്ഷെ ഞാൻ കാണുന്നത് ഈ തകർക്കപ്പെട്ട നിന്നെയല്ല,
ഇതിന്റെ അപ്പുറത്തിൽ രാജാവായി വരുന്ന ഒരു ദിവസം. ഇന്നത്തെ കാലം അമ്മ രണ്ട് വ്യക്തികളുടെ കാഴ്ചപ്പാടുണ്ടോ? ഒരുത്തൻ പറഞ്ഞു, നീ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കാം, ഈ ആഴ്ച വിടുതൽ വേണം. മറ്റേ കർത്താവ്, ഈ ആഴ്ചയാണോ അടുത്ത ആഴ്ചയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിന്റെ കരത്തിൽ നിന്റെ ഭാവിയും എന്റെ ഭാവിയും സുരക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിന് മരണം പൂർത്തിവരുന്നതുമായ നമുക്ക് അങ്ങനെ പോകും. എന്റെ ഭാവി ഇരുട്ടിലായോ, എന്റെ ജീവിതം ഇരുട്ടിലായോ, എന്റെ തലമുറ വെള്ളത്തിലായി പോയില്ല. ഓർക്കണം, ദൈവത്തിന്റെ സമയത്ത് കാത്തിരിച്ച് കർത്താവോട് പറയുക, നീ രാജാവായി വരുന്ന ഒരു ദിവസമുണ്ട്. ആദ്യം നീ കിരീടം ധരിച്ചു വരുന്ന ദിവസമുണ്ട്. നീ പൊരുത്തപ്പോൾ ധരിച്ചു വരുന്ന ദിവസമുണ്ട്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം എബ്രായ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ വിശ്വസ്തനായ ഒരു കർത്താവിനെ പൗലോസ് അവതരിപ്പിക്കുകയാണ്. വായിച്ചോ, 10-ാമത്തെ അധ്യായം മുതൽ 23-ാമത് വാക്യം. സ്തോത്രം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചു കൊള്ളുക. ഒന്ന് ചേർന്ന് ഓരൊക്കെ പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തവൻ. നിങ്ങളിപ്പോ ഇങ്ങനെ വരാനുണ്ട, കർത്താവ് ചെയ്യാന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ഇതുവരെ. അതാണല്ലോ നിങ്ങളുടെ പരാതി. പക്ഷെ ഞാൻ പറയുന്നു, അവൻ വിശ്വസ്തനാണ്. ഇന്ന് പകരം നമ്മളോട് തന്നെ പറയണം, എന്റെ ദൈവം വിശ്വസ്തനാണ്. എനിക്കറിയത്തില്ല, ഇന്ന് പകൽ കർത്താവ് ചടരെ അടിച്ചുടച്ച് പണിത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. സകലവൻ പ്രത്യാശയുടെ സ്വീകാര്യം വാഗ്ദത്തം ചെയ്തവൻ. അവൻ വാഗ്ദത്തം നടക്കുന്നില്ലെന്ന് പറഞ്ഞ് അവനെ വിട്ടിട്ട് ഓടരുത്. ആമേൻ. പ്രത്യാശയുടെ സ്വീകാര്യം, അവനുമായിട്ടുള്ള നമ്മുടെ അക്സെപ്റ്റൻസ്, അവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താ ചെയ്യണം? മുറുകെ പിടിക്കണം. അവനെ വിട്ടിട്ട് പോകരുത്. കാര്യം അവനൊരു പ്രത്യേകതയുണ്ട്, അവൻ വിശ്വസ്തന. ആമേൻ. എന്നിട്ട് പോലും സാധ്യം പറഞ്ഞില്ലേ, മോശ ദൈവഭവനത്തിലൊക്കെയും നിങ്ങൾ പറയുന്ന മോശ വിശ്വസ്തൻ. എന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞ യേശു വന്ന്, ഇപ്പൊ എന്താ പറയുന്നത്? മോശ. ഒരു പറയാ, ഒന്നുമില്ല, മോശയേക്കാൾ വിശ്വസ്തനാരാ? 3-ാമത്തെ അധ്യായത്തിലേക്ക് വന്ന് നമ്മൾ 26 ശുശ്രൂഷയിലോട്ട് പോവുകയാണ്. 3-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിച്ചേ. ആയിരുന്നത് പോലെ അപ്പൊ മോശ വിശ്വസനാണ് അല്ലേ? മോശ എവിടെ? മോശയാക്കിയ വീട്ടിൽ മോശ വിശ്വസനായിരുന്നു. യേശു വിശ്വസനാണ് എവിടെ? ദൈവത്തിന്റെ വീട്ടിൽ, യേശുവിന്റെ വീട്ടിൽ. യേശുവിന്റെ വീട് ഏതാ? വായിച്ചു 6-ാമത് വാക്യം. അത് വായിച്ചു ഭയങ്കര സ്വന്തം പറഞ്ഞോ. ക്രിസ്തുവോ മോശ എവിടെ വിശ്വസ്തൻ? മോശയാക്കിയ വീട്ടിൽ ദൈവഭവനത്തിൽ ആരായിരുന്നു? മോശ വിശ്വസ്തനായിരുന്നു. പൗലോസ് പറയുന്നു, ഞാനിങ്ങോട്ട് പറയുക, നിങ്ങൾ സേവിക്കുന്ന യേശുവില്ലേ, അവൻ വിശ്വസ്തന. എവിടെ? അവന്റെ വീട്ടിൽ. എന്നിട്ട് ചോദിക്കുക, സഹോദര സഹോദരി, ഏതാ അവന്റെ വീട്? നിങ്ങളാണ് അവന്റെ വീട്. ഇന്ന് പകൽക്കാലം എനിക്കിവിടെ ഉയർത്താനുള്ളത് ദൂരെ എവിടെയോ ഇരിക്കുന്ന യേശുവിനെ അല്ല. എനിക്കിവിടെ പ്രസംഗിക്കാനുള്ളത് അങ്ങ് സ്വർഗത്തിന് എവിടെയോ ഇരിക്കുന്ന യേശുവിനെ അല്ല. അവൻ അവിടെ ഉണ്ട്. പിതാവിന്റെ പല വിഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തുവായി അവിടെ ഉണ്ട്. പക്ഷെ അവൻ സർവ്വവ്യാപിയാകയാൽ എനിക്കേറെ പറയാൻ ഇഷ്ടം, എന്റെ ആവേശം എന്താണെന്ന് അറിയാമോ? പിതാവിന്റെ പല വിഭാഗത്തല്ല, അവന്റെ എന്റെ അകത്ത് ജീവിക്കുന്ന വിശ്വസ്തനായി എന്റെ അകത്തുണ്ട്. അത് വിശ്വസിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. നമ്മുടെ അകത്താരായിരിക്കുന്നത്? നമ്മുടെ അകത്തിരിക്കുന്ന യേശുവാരാ? വിശ്വസ്തനാണ്. ഒരാള് ദൈവത്തെ വിശ്വസ്തനെന്ന് പറയുമ്പം അവർ നടക്കുന്ന ദൈവപ്രവൃത്തി എന്താണെന്ന് അറിയാമോ? അതൊന്ന് വായിച്ച് ബൈബിൾ അടച്ചോ. 11-ാമത്തെ അധ്യായം, എബ്രായർ 11:11. സ്തോത്രം. ഇത് ഞാൻ ഒരു തവണ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കാവുന്ന വിശ്വാസത്താൽ സാറയിൽ വിശ്വസ്തനം എന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ശരിയെ. അപ്പൊ നിങ്ങളുടെ അകത്തിരിക്കുന്ന യേശു ആരാ എന്ന് പറഞ്ഞേ? എന്റെ അകത്തിരിക്കുന്ന യേശു. ഒരിക്കലും പറയാം, എന്റെ അകത്തിരിക്കുന്ന യേശു വിശ്വസ്തൻ. അപ്പൊ നമ്മുടെ അകത്തിരിക്കുന്ന യേശുവിനെ എന്താ വിളിക്കണം?
എന്താ പറയണ യേശുവിനെ കുറിച്ച്? കർത്താവേ നീ വിശ്വസ്തൻ. അങ്ങനെ ഒരാള് അകത്തിരിക്കുന്ന യേശുവിനെ കുറിച്ച് വിശ്വസ്തനെന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ അകത്ത് നടക്കുന്ന ഭയങ്കര ദൈവപ്രവൃത്തിയുണ്ട്. അതാണ് വായിച്ചത്. വിശ്വാസത്തെ സാറിയും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ. മലയാളത്തിൽ എണ്ണിയെന്ന ഇംഗ്ലീഷ് കൊടുത്തേക്കുന്ന ഷി ജഡ്ജ്, അവൻ വിധിച്ചു. സാറ എന്താ വിധിച്ചേ? ദൈവം ആരോ വിധിച്ചു കഴിഞ്ഞപ്പം സാറയ്ക്ക് എന്താ കിട്ടി? എന്താ കിട്ടി? അപ്പൊ വിശ്വസ്തൻ എന്ന് പറയുമ്പോ എന്താ കിട്ടിക്കോളും? ആമേൻ ആമേൻ ആമേൻ. വിധി പറയാൻ പോവാണ് കേട്ടോ. ആരെ കുറിച്ച് വിധി പറയാൻ പോവാ? വിശ്വസ്തൻ സാറേ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്ന് വിധി പറഞ്ഞു. ശ്രമിച്ച് വിധി പറയാൻ പോവുക. ആരെ കുറിച്ച്? ദൈവത്തെ കുറിച്ച്. ആര്? സാറ. വിധി പറയാൻ പോവാണേ. ആരെ കുറിച്ചാണ് വിധി പറയാൻ പോകുന്നത്? 24 വർഷമായിട്ട് മക്കളെ കൊടുക്കാത്ത ദൈവത്തെ കുറിച്ച് വിധി പറയാൻ പോവാ. എന്ന് വെച്ചാൽ 24 വർഷം മുമ്പ് പറഞ്ഞ പ്രവചനം ഇന്നേ വരെ അങ്ങനെ ഒരു പ്രവാചകനെ വീണ്ടും നമ്മൾ വിളിക്കൂ? ഇല്ല. അയാളെ കുറിച്ച് നമ്മൾ എന്തൊക്കെയായിരിക്കും പറയുന്നത്? 24 വർഷം മുമ്പ് നടന്ന പ്രവചനം ഇന്നേ വരെ നടന്നിട്ടില്ല. അഭിപ്രായം പറയാൻ പോവാ. സാറ് പറഞ്ഞ കർത്താവേ എനിക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നീ റാഫയാണെന്നോ പിന്നെ എൽസബയാണെന്നോ എനിക്കൊന്നും അറിയാൻ മേല. ഒരു തിയോജ് എനിക്കറിയാൻ മേല. പക്ഷെ ഞാൻ പറയുക, നീ വിശ്വസ്തന. ഇതങ്ങോട്ട് സാറ പറയുമ്പോ സാറയുടെ ചത്തുപോയ ഉദരത്തിനകത്തേക്ക് ഒരു വലിയ ശക്തി കയറാൻ തുടങ്ങി. എന്താ പ്രാപിച്ചത്? വാഗ്ദത്തം ചെയ്തവരെ വിശ്വസ്തനെന്ന്. അപ്പോൾ ഉപവാസത്തെക്കാൾ ശക്തി അതിനുണ്ടോ? പ്രാർത്ഥനയേക്കാൾ ശക്തി അതിനുണ്ടോ? ഉണ്ട്. കയ്യൂരിയേക്കാൾ ശക്തി അതിനുണ്ടോ? ഉണ്ട്. ദൈവത്തെ ആരെങ്കിലും വിശ്വസ്തനെന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി ഒരു വലിയ ശക്തി ഇന്ന് പരിശുദ്ധാത്മ പറയാൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയാം അബദ്ധം പറ്റുന്നതല്ല. ദൂരം ആവർത്തിക്കപ്പെടുന്നുണ്ട്. പ്രസംഗിക്കാൻ വേറെ വിഷയമില്ലാത്തതുമല്ല. ഇപ്പൊ പറഞ്ഞു പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് ദൂരം വരാൻ പറയുന്നു. നടക്കാത്ത ചില വിഷയങ്ങൾ, നടക്കാത്ത ചില വാഗ്ദത്തങ്ങൾ, മടുത്തുപോയ ചില വിഷയങ്ങൾ ബന്ധത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവമേ, ദൈവത്തെ കുറിച്ച് ഇന്ന് പകൽ താങ്കൾ കൊണ്ടുവരാൻ കഴിയും. ഈ ദൈവം കൊള്ളത്തില്ലെന്നാണോ? യോശുവ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ഈ ദൈവത്തിൽ സേവിക്കുന്നത് നമ്മളല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിക്കൊള്ളുക. പക്ഷേ ഞാനും എന്റെ കൊണ്ടുപോകുന്നു, ഞങ്ങളെ ഹോളിയെ സേവിച്ചു. സാറ പറഞ്ഞ കർത്താവ് എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും അറിയത്തില്ല, പക്ഷെ നീ വിശ്വസ്തനാണ്. ഇന്ന പകൽക്കാലം അത് നമ്മളാരാണോ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാണ്. ഇന്ന പകൽക്കാലം എന്നെ കേൾക്കുന്ന അത് സഹോദരാശിക്കുന്നേ, അത് എങ്ങനെ യേശുവിന്റെ കൂട്ടവകാശിയാകുന്നേ? സുവിശേഷത്താൽ. ഒന്ന് പ്രാർത്ഥിക്കോ, എന്റെ യേശുവേ എന്റെ അകത്തോട്ട് വരണമേ. ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. ഞാൻ നിന്റെ മകനായി ജീവിച്ചു കൊള്ളാം. എന്റെ ദുസ്വഭാവങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നല്ല ദൈവതയില്ല ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. എന്റെ യേശുവേ എന്റെ ഹൃദയത്തിലോട്ട് വരണേ എന്നൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ദൂരത്തോടെ ആഗ്രഹിക്കുന്ന ദൈവമല്ല, അവൻ നമ്മുടെ അകത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ഇന്ന് പലകാലം ഏൽപ്പിച്ചു കൊടുത്ത യേശുവിന്റെ നാമം ചെയ്യാം, യേശുവിന്റെ നാമം ചെയ്യാം, യേശുവിന്റെ നാമം ചെയ്യാം, യേശുവിന്റെ നാമം ചെയ്യാം. യേശുവിന്റെ നാമം ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശി. അവകാശമുണ്ട്. എനിക്കൊന്നുമില്ല. ഇന്ന് പകലിൽ ദൈവമക്കളെ, നാം മുടിയും പുത്തന്റെ ജ്യേഷ്ഠനെ പോലെ ആവരുത്. ജ്യേഷ്ഠൻ ചോദിക്കുക, അപ്പാ എനിക്കൊന്നുമില്ലേ? ഇന്ന് പകലിൽ നമ്മൾ ആരെ പോലെയാ? മടങ്ങി വന്ന മുടിയും പുത്രനെ പോലെയാണോ, അതോ അവന്റെ ജ്യേഷ്ഠനെ പോലെയാണോ? ബൈബിൾ എഴുതി, ഇളയ മകനാണ് ചോദിച്ചതെങ്കിലും അവൻ അവർക്ക് വിധിച്ചു കൊടുത്തെന്ന. മൂത്തവന് കൊടുത്തു, ഇളയവനും കൊടുത്തു. പക്ഷെ അവൻ ചോദിക്കുക, അപ്പാ എനിക്കൊന്നും ഇല്ലെന്ന്. ഇന്ന് പോലെ കർത്താവ് നമ്മളോട് പറയുക, മകനെ നീ എന്റെ കുഞ്ഞാണ്,
എനിക്കുള്ളതെല്ലാം നിനക്കാണ്. അപ്പം പറയുന്നുണ്ട്, മോനെ എടാ എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതല്ലേ, പിന്നെ നീ എന്തിനാ പണങ്ങുന്നത്? നമ്മൾ പലപ്പോഴും ദൈവത്തോടെ പണങ്ങാണ്. കർത്താവ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നുമില്ലേ? അവൻ ചോദിക്കുന്നത് പോയിന്റാണ്. ഞാൻ വിശ്വസ്തയോടെ നിന്നെ സേവിച്ചിട്ട് നീ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ട്? ഉണ്ട് ഉണ്ട് ഉണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതലുണ്ട്, നമ്മുടെ കണ്ണുനീരിന് വിടുതലുണ്ട്. ഇന്ന് കർത്താവാർക്ക് ഉണർത്തുകയാണ്. എന്റെ പ്രാർത്ഥന കേൾക്കാൻ ആരുമില്ലെന്നോ, എന്റെ കണ്ണുനീര് കാണാൻ ആരുമില്ലെന്നോ, എന്റെ പകർച്ച കാണാൻ ആരുമില്ലെന്നോ അല്ല, ജീവിക്കുന്ന ഒരു കർത്താവാണ്. ഇന്ന് പകർക്കാലം നമ്മളെ സേവിക്കുന്ന, നമ്മൾ സേവിക്കുന്ന ജീവനുമാണ്. അവൻ സാക്ഷാത്കാരമാണ്. ഇന്ന് പകർക്കാലം വിശ്വസിക്ക് എന്റെ പിരിക്കുന്ന വിശ്വസ്തനാണ്. ഒന്ന് ചേർന്നേ, എന്റെ ദൈവം വിശ്വസ്തൻ. ദൈവം ചേർന്നിരുന്നു ഒരു തവണ അത് പറയുമ്പോൾ, രണ്ട് തവണ ആവർത്തിക്കുമ്പോ, വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോ, ചത്തുകിടക്കുന്ന ചില വാഗ്ദത്തങ്ങളെ, ചലിക്കാത്ത ചില വാഗ്ദത്തങ്ങളെ ദൈവശക്തി പ്രവചിക്കുന്ന പകരായമാണെന്ന് ചലിക്കാത്ത വാഗ്ദത്തങ്ങളെ കണ്ട് മടുത്തു പോകാനല്ല എന്റെ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ചലിക്കുന്ന വാഗ്ദത്തങ്ങളെ കാണാനോ. കൂട്ടവകാശിണ്ട്. ഈ പാറ കൊടുക്കണോ? ഈ നിബന്ധന കൊടുക്കണോ എന്ന് ദൈവം താങ്കളോട് പറയുന്നു, താങ്കൾ ഒറ്റക്കല്ല, നിനക്കൊരു കൂട്ടവകാശമുണ്ട്. ചുമക്കണ്ട, ഈ വേദന താങ്കൾ ഒറ്റക്കല്ല വലിക്കണ്ട. അത് താൻ തന്നെ പരീക്ഷിക്കപ്പെടുന്നവരായി പുറത്തു വരില്ല. പരീക്ഷിക്കപ്പെടുന്നവരെ കാലം വെളിപ്പെട്ട സമുദ്രത്തിന് മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്തിനാണെന്നറിയാമോ? കഷ്ടത സഹിച്ചത് അനേകരെ അവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. അനേകർക്ക് ഒരു അനുഗ്രഹത്തിന്റെ കാരണം പോലുമായി പിതാവായി മാറ്റി. ഇന്ന് പകൽക്കാലം 2021 വർഷം മുമ്പ് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു മരിച്ചു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന 2021 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മരിച്ചത് എന്ന പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ ദൈവാധികാരം കൊടുത്തു. ഇന്ന് പകൽക്കാലം സുവിശേഷത്താൽ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന്റെ മക്കളാവുകയാണ്. മക്കൾ മാത്രമല്ല, അവകാശികളും ക്രിസ്തേശുകളുടെ കൂട്ടവകാശികളും. ഇന്ന് പകൽക്കാലം നമുക്ക് കൂട്ടം നൽകിയതും ഒരു ഓർമ്മയാണ് 26 ശുശ്രൂഷ. അത് നമ്മൾ അന്യരായിരുന്നു, നാം പരദേശികളായിരുന്നു, നമ്മൾ പുത്രന്മാരായിരുന്നു. നമ്മളെ മടങ്ങിയെടുത്തി ദൈവം രണ്ടാമത് പുത്രോത്വം നമുക്ക് നൽകിയതാണ്, സംശിപ്പ് നൽകിയതാണ്. ഇന്ന് പകൽക്കാലം അതിന്റെ ഓർമ്മയാണ് 26 ശുശ്രൂഷ. ഇന്ന് പകലിൽ ആ കാൽവരി ക്രൂശിനെ ധ്യാനിക്കാൻ കഴിയുമോ? ആ കാൽവരി ക്രൂശിനെ ധ്യാനിക്കാൻ കഴിയുമോ? മാനവജാതിയുടെ പാപത്തിന് പരിഹാരത്തിനായി സുന്ദരന്മാരിലായിരങ്ങളിൽ 10,000ങ്ങളിൽ പരമസുന്ദരനായ യേശു കാണാനാവണ്ട എന്ന് തോന്നുന്നതാണ് അവൻ വിരൂപനായി തീർന്നു. എന്തിനാണ്? നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിന്റെ മോചനത്തിന് വേണ്ടി, നമ്മുടെ ലോകത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി യേശു അവസാനത്തുടനെ തന്നെ നമുക്ക് വേണ്ടി ഊട്ടി തന്നു. ഇന്ന് പകൽക്കാലം കാൽവരിയിലേക്ക് അത് നമ്മുടെ ശ്രദ്ധയെ പോകട്ടെ. അത് കുറ്റം ചെയ്യാതെ, ഒരു പാപം ചെയ്യാതെ ബൈബിൾ ഇങ്ങനെ എഴുതി, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ കുറ്റം ചെയ്തിട്ടില്ല. അവൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ, യേശുവിന്റെ വായിൽ വഞ്ചന ഇല്ലായിരുന്നെങ്കിൽ അവൻ മരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ആ മരണം ഒരു പകരം മരിച്ചതായിരുന്നു. നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം ഇല്ലാതായി പോകേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി യേശു ക്രൂശിൽ മരിച്ചു.